തിരികെ സ്വാഗതം. ചർച്ചയിലേക്ക് ഡോക്ടർ ജിൻഡോ ജോണി, ഏറ്റുവാങ്ങിയതും കൈപ്പറ്റിയതും തിരികെ കൊടുത്തതുമായി ബന്ധപ്പെട്ട സ്വന്തം ഒപ്പും കൈയക്ഷരവും എന്നുള്ള കാര്യം ശ്രീ ആന്റണി രാജുവിന് വളരെ വ്യക്തമായി അറിയാവുന്ന ആളാണ്. അദ്ദേഹം അഭിഭാഷകനാണ്. കേസിന്റെ പരിണതി എന്തായിരിക്കും എന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ കാലതാമസം വരുത്തുന്നതിലൂടെ അദ്ദേഹം ലക്ഷ്യമിട്ടത് എന്താണ് എന്നത് നമുക്ക് വളരെ വ്യക്തമാക്കി തരുന്നത്. ഈ കേസ് അതിന്റെ വിധി പോകുന്നിടത്തോളം പോകട്ടെ എന്നുള്ളതായിരുന്നോ? അല്ല, ഇതിൽ ഞാൻ അതുകൊണ്ട് തന്നെ പറയാം, ഒന്നുകിൽ അദ്ദേഹം അതിബുദ്ധിമാനായിട്ട് ഓവർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് യാതൊരു ശ്രദ്ധയുമില്ലാത്ത, ഇതിനെക്കുറിച്ചൊന്നും ഒരു ഗ്രാഹ്യമില്ലാത്ത ഒരാളായിരുന്നു. രണ്ടിലേതെങ്കിലും ഒരു വാദം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ന്യായീകരിക്കുന്ന ആളുകൾ സമ്മതിച്ചു തരണം. ഇവിടെ അദ്ദേഹം ഇത് കൈപ്പറ്റി ഇപ്പോൾ പേഴ്സണൽ ബിലോങ്ങിങ്സിൻ്റെ കൂടെ തൊണ്ടി മുതൽ കൈപ്പറ്റിയിട്ട് 4 മാസം കഴിഞ്ഞിട്ടാണ് ഈ ഓസ്ട്രേലിയക്കാരൻ്റെ അടിവസ്ത്രം അദ്ദേഹത്തിന് അത് തൊണ്ടി മുതലാണെന്ന് മനസ്സിലായത്. അദ്ദേഹം എവിടെ നിന്നാണ് വക്കീൽ പരീക്ഷ പാസ്സായത്? 4 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചറിഞ്ഞോ അയ്യോ ഇത് തൊണ്ടി മുതലാണ്? ഈ 4 മാസക്കാലം എവിടെയായിരുന്നു? എനിക്ക് ഇതിൽ ഇപ്പോൾ നമ്മുടെ ഒപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്ന ശിവശങ്കരൻ വക്കീൽ പറഞ്ഞ ഒരു കാര്യത്തോട് യോജിപ്പുണ്ട്. ഇതെവിടെ കൊണ്ടുപോയി ആരെ കൊണ്ടാണ് വെട്ടി ചെറുതാക്കിച്ചത് എന്നുള്ളൊക്കെ അന്വേഷണമൊക്കെ നടക്കണം. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം അദ്ദേഹത്തിനും ശിവശങ്കരൻ വക്കീലിനും തർക്കം ഉണ്ടാവില്ല, മാനിപ്പുലേഷൻസ് നടന്നു എന്നുള്ള കാര്യത്തിൽ തർക്കം ഉണ്ടാവില്ല. എന്തായാലും ആ ഓസ്ട്രേലിയൻ പൗരൻ അദ്ദേഹത്തിന് യോജിക്കാത്ത പാകമാകാത്ത അടിവസ്ത്രം ഇട്ടിട്ടായിരിക്കില്ലല്ലോ മയക്കുമരുന്ന് കടത്തിയിട്ടുണ്ടാകുക. അപ്പോൾ അക്കാര്യത്തിൽ നമ്മൾക്ക് ആർക്കും തർക്കമില്ല മാനിപ്പുലേഷൻ നടന്നു എന്ന്. ഇനി മാനിപ്പുലേഷൻ നടന്നത് ഇതിന് ശേഷമാണോ അതിന് മുമ്പാണോ എന്നൊക്കെ പരിശോധിക്കുന്നതിനേക്കാൾ കുറേ കൂടി ലോജിക്കലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ 4 മാസക്കാലം കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന് തൊണ്ടി റൂമിൽ നിന്ന് പുറത്തു പോയ 4 മാസക്കാലം ആകാനല്ലേ സ്വാഭാവികമായിട്ടും സാധ്യതയുള്ളൂ. കോടതിയുടെ തൊണ്ടിമുറിയിൽ വന്നിട്ട് ആരെങ്കിലും അവിടെ അടിവസ്ത്രം ചെറുതാക്കി കൊടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അത് ഏത് ഗവൺമെൻറ് ഭരിച്ചാലും. ഇവിടെ ഈ ആന്റണി രാജുവിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇക്കാലത്ത് സൗകര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം നിരന്തരം ഹാജരാകാതിരിക്കുമ്പോൾ വാറണ്ട് ഇഷ്യൂ ചെയ്യാതിരിക്കുക, അപ്പോൾ മറ്റ് പല കേസിലുമൊക്കെ പലരെയും വീട്ടിൽ ചെന്ന് പിടിക്കുകയും അതിക്രൂരമായിട്ട് പോലീസ് വേട്ടയാടി പിടിക്കുന്നൊക്കെ സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഒരു ഭരണകക്ഷി MLAക്ക് ഇത്തരത്തിൽ വാറണ്ട് പോലും ഇഷ്യൂ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത എനിക്കോ അങ്ങേക്കോ അങ്ങനെ ഒരു കാര്യത്തിൽ വീഴ്ച ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ സർക്കാരിൻ്റെ അനുകൂല CPM അനുകൂല LDF അനുകൂല സർവീസ് സംഘടനകൾക്ക് കോടതി സ്റ്റാഫിൽ അവരുടെ സംഘടനകൾ ഉണ്ടാകാൻ പാടില്ല. കോടതി സ്റ്റാഫിലും പോലീസിലും വരെ CPMൻ്റെയും LDFൻ്റെയും ഒക്കെ സർവീസ് സംഘടനകൾ പ്രവർത്തിക്കുമ്പോൾ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്കും ഇവിടുത്തെ സംവിധാനങ്ങളിലൊക്കെ ബന്ധമുണ്ടെന്ന് വിചാരിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. കോടതി സ്റ്റാഫിൽ ഇവരുടെ സർവീസ് സംഘടനകളില്ലേ? പോലീസ് അസോസിയേഷനിൽ ഇവരുടെ സംഘടനകളില്ലേ? അപ്പോൾ ഇതിലൊക്കെ ഇടപെടാൻ പറ്റില്ലാത്ത എന്തോ വിശുദ്ധ പശുക്കളാണ് എന്ന് പറഞ്ഞാൽ അതിനോട് എനിക്കൊരു യോജിപ്പില്ല. മാത്രമല്ല, ഇങ്ങനെ കേരളത്തിലെ ഒരു ജനപ്രതിനിധി അയോഗ്യനാക്കപ്പെട്ട ഒരു വിധി വന്നിട്ട് എന്തുകൊണ്ട് LDF അക്കാര്യത്തിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പറയാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് അവർ സൈലന്റ് ആയി പോകുന്നു? കൂട്ടത്തിൽ ഒരു ജനപ്രതിനിധിയെ ഇത്തരത്തിൽ കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിച്ച് ഈ രാജ്യത്തെ നീതിന്യായ നിർവഹണ സംവിധാനത്തെ വെല്ലുവിളിച്ച് ഒരു വൃത്തികേട് ചെയ്ത കേസിൽ ശിക്ഷിച്ച് അയോഗ്യനാക്കപ്പെടുമ്പോൾ ഒരു നിലപാട് പറയാൻ പറ്റാത്ത രീതിയിൽ അവരെന്തുകൊണ്ട് മൗനത്തിലാകുന്നു? ആ മൗനത്തിൻ്റെ പേര് ആ പ്രതിയോടൊപ്പമാണ് എന്നുള്ളതാണ്. അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇതെല്ലാം നടന്നിട്ട് ഞാനിതിൽ പിണറായി വിജയൻ സർക്കാരിനെ മാത്രം എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഒരു കുറവ് കൂടിയാണ്. നമ്മളൊക്കെ എത്ര എളുപ്പത്തിലാണ് കോടതിയിൽ നിന്ന് പലരും രക്ഷപ്പെടുമ്പോൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ അടുത്ത കാലത്ത് പോലും നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്നപ്പോൾ ഏതൊക്കെ രീതിയിൽ അതിനെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടത്? ഈ കോടതി മുറിക്കകത്ത് കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഇത്തരം സാധനങ്ങളൊക്കെ തൊണ്ടി മുതലും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഏതൊക്കെ രീതിയിൽ ദുരുപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും അടുത്ത ഉദാഹരണമല്ലേ അത്? എന്നിട്ട് പോലും അത്തരത്തിൽ കാര്യങ്ങളിലേക്ക് ഒരു അന്വേഷണം നടക്കുന്നില്ല. അപ്പം പെട്ടെന്ന് കോടതിയിൽ നിന്ന് ആരൊക്കെയോ കുറ്റവിമുക്തരാക്കപ്പെടുമ്പോൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന തിരക്കിൽ ഇതിൻ്റെ പുറകിൽ നടക്കുന്ന ഇത്തരം മാൽ പ്രാക്ടീസസ് ഒക്കെ നമ്മൾ കാണാതെ പോകുന്നു. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം മാധു, സാധാരണ പൗരന്മാർക്ക് സാധാരണക്കാർക്ക് ഇല്ലാത്ത നീതി പ്രത്യേകമായിട്ട് ആന്റണി രാജുവിനെ പോലുള്ള ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതുകൊണ്ടാണ് പതിറ്റാണ്ടുകളോളം കോടതി വ്യവഹാരങ്ങൾ പോലും എഴഞ്ഞു നീങ്ങപ്പെട്ടത്. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബന്ധം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഉന്നത ബന്ധം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ സർക്കാർ സംവിധാനങ്ങളുള്ള അടുപ്പം കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് കോൺഗ്രസിൻ്റെയും ബോധ്യം.